അപ്പോൾ ഈ താമരപ്പാടത്ത് നല്ല ഭംഗിയായിട്ട് അടിപൊളിയാണ്. ഇത് അവിടെ കണ്ടില്ലേ, അത് തന്നെ കേട്ടോ ഗൈസ്, അടിപൊളി ചെണ്ടുമല്ലി. ചെണ്ടുമല്ലി പൂക്കൾ നിരനിരയായി വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ആ അറ്റം വരെ ഉണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഈ മലകളും ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. യെസ്, ഞങ്ങൾ കൊല്ലങ്കോടാണ് കേട്ടോ ഗൈസ്. കൊല്ലങ്കോട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും കൊല്ലങ്കോടിൻ്റെ ചെറിയൊരു വീഡിയോയും കൂടി എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഇപ്പോൾ നല്ല, ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല വെയിലുണ്ട്. ഇപ്പോൾ മാനം എന്താ പറയുക, കാർമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഞങ്ങൾ കുടിലിടത്താണ് വന്നതേ. അപ്പോൾ ഇവിടെ ഫുള്ള് ഫോട്ടോഷൂട്ടാണ് കേട്ടോ, കണ്ടില്ലേ, അടിപൊളി ഫോട്ടോഷൂട്ടാണ്. എല്ലാവരുടെയും ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ ഓണം വൈബൊക്കെ ഓണമായിട്ട് എല്ലാവരും നല്ല സെറ്റ് സാരിയും കുട്ടികളൊക്കെ പട്ടുപ്പാവാടയൊക്കെ ഇട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. നല്ല അടിപൊളി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കൊല്ലംകോടിലെ ചെറിയ ഒരു അടിപൊളി വീഡിയോസ് കാണാട്ടെ ഗൈസ്. അപ്പോൾ നാളുകൾക്ക് ശേഷം വീണ്ടും കൊല്ലംകോട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കൊല്ലംകോട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കൊല്ലംകോട് ഇപ്പോൾ നല്ല ഭംഗിയാണ്. മഴക്കാലമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കണ്ടങ്ങൾ പാടങ്ങളിലൊക്കെ നെല്ല് കതിരൊക്കെ വന്ന് നല്ല ഭംഗിയാണ് കേട്ടോ ഗൈസ്. പിന്നെ കൊല്ലംകോടിൽ എന്താണ്, നമ്മുടെ കുടിലിടത്തൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ബസ് പോകണമെന്നൊക്കെ നല്ല രസമാണ് കേട്ടോ ഗൈസ്. കുടിലിടം കാണാൻ വേണ്ടിയിട്ട് നിറയെ പൂക്കളും ചെണ്ടുമല്ലികളും ഒക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ആ കാഴ്ചകളൊക്കെയാണ് നമുക്കിപ്പോൾ കൊല്ലംകോട് കാണുന്നത് കേട്ടോ. ഓണം വൈബ് അവിടെ ഫുൾ ഫോട്ടോഷൂട്ടാണ്. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ചെറിയ വിഷ്വൽസും കൂടി കണ്ടിട്ട് നമുക്ക് താമരപ്പാടത്തേക്ക് പോകണം കേട്ടോ ഗൈസ്. മഴ ചതിക്കുമെന്നറിയില്ല, എന്നാലും താമരപ്പാടത്ത് പോയിട്ട് മഴയുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് ചെറിയ ചെറിയ കൊല്ലംകോട് കാഴ്ചകൾ കാണാട്ടെ ഗൈസ്. താമരപ്പാടത്ത് നല്ല രീതിയിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഓണമല്ലേ, നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മലയും ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിട്ടുള്ള നല്ല രസമുണ്ട്. നോക്ക് അങ്ങോട്ട് ഇവിടെ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെണ്ടുമല്ലികളുടെ ഒരു പൂന്തോട്ടം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫുള്ള് അതാണ് കേട്ടോ. നല്ല രസമാണ്. ഒരു എൻട്രൻസ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഓരോ കുടിലിടം പോലത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓണത്തിന് പൊളിക്കണ്ട ഗൈസ്. റീൽസൊക്കെ അടിപൊളിയായിട്ട് എടുക്കാം. കൊല്ലംകോട് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഓണം നമ്മൾ ഓണത്തിൻ്റെ സെറ്റ് സാരികളും അങ്ങനെയൊക്കെ ഉടുത്തിട്ട് ഇവിടെ വന്നിട്ട് എടുക്കുന്നതൊക്കെ നല്ല രസമുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ എപ്പോഴും ഞങ്ങൾ പറയാറുള്ള പോലെ ഈ ഒരു വീടില്ലേ, റീലുകളിൽ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ഗൈസ്. ഈ ചെറിയ വീട്, ബാക്ക്ഗ്രൗണ്ടിൽ മലകളും കുഞ്ഞു വീട്, ഓട്ട് വരെയുള്ള വീടുകൾ, അങ്ങനത്തെയൊക്കെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ നല്ല രസമാണ്. കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഈ ഭാഗത്ത് അല്ലേ.
മഴ ഇപ്പോൾ ഇവിടെ അധികം നല്ല മഴയുള്ളതുകൊണ്ടേ വെള്ളച്ചാട്ടങ്ങളും ഉണ്ട് കേട്ടോ കേസുകളിലെ. ഇത് ആ ഭാഗത്തൊക്കെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇതൊക്കെ നെല്ലിയാമ്പതിയിൽ നിന്ന് താഴേക്ക് വരുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുമ്പോൾ അല്ലേ കാണുന്ന പല വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഈ കാണുന്നത്. ഇവിടെയാണ് നല്ല രീതിയിൽ വെള്ളച്ചാട്ടം വരുന്നത് ഈ ഭാഗത്ത്. ഇത് സീതാർകുണ്ടാണ് തോന്നുന്നു അല്ലേ? അതെ അതെ, സീതാർകുണ്ടിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ നല്ല രീതിയിൽ വെള്ളച്ചാട്ടം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യം വന്നാലും കൊല്ലങ്കോട് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. നല്ല എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ നമ്മളിങ്ങോട്ട് വരാറുള്ളൂ. അടിപൊളിയാണ്. ഓരോ തവണ വരുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ പൂക്കളാണ് കേട്ടോ. ഓണമായത് കൊണ്ട് തന്നെ പൂക്കളം എന്താ പറയുക, പൂക്കളമാണല്ലോ മെയിൻ. ചെണ്ടുമല്ലികളൊക്കെ പല രീതിയിൽ പല കളറിലുള്ള ചെണ്ടുമല്ലികളാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ചായക്കടയുണ്ട്, അവിടെ ചായയും കുടിച്ചിട്ട് പോകാം. അധികം പോകണം സോ. അപ്പോൾ നമ്മൾ താമരപ്പാടത്ത് ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് കേസ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ആദ്യം ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. 30 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അപ്പോൾ അത് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് പോകാൻ. നല്ല രസമാണ്. എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് പൂക്കളുടെ കുറേ കാഴ്ചകളൊക്കെ കാണാം. പാടം ഫ്ലവർ ഷോ അകത്തേക്ക് പോവാം. അപ്പോൾ നമുക്ക് എൻട്രൻസ് 30 രൂപ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേ നമുക്ക് പോകാട്ടോ. നിറയെ ഭംഗിയുള്ള പൂക്കൾ. നമുക്ക് ചെണ്ടുമല്ലി. ഇതെന്ത് പൂവാണ് സോ? അല്ല അത് ഇത് 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 അതും ചെണ്ടുമല്ലി അതെങ്ങനെ ആയിരിക്കും അല്ലേ? ഇടയിൽ വേറെ കളർ നോക്ക്. ഇത് നോക്ക് വേണ്ട, തേൻ കുടിക്കണ വേണ്ട. അപ്പോൾ ഈ താമരപ്പാടത്ത് നല്ല ഭംഗിയായിട്ട് അടിപൊളിയാണ്. ഇത് അവിടെ കണ്ടില്ലേ, വൈക്കോല് കൊണ്ട് അടിപൊളി എൻട്രൻസ് ഉണ്ടാക്കി. ഇതൊക്കെ LED ലൈറ്റാണ് കേട്ടോ. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാണും. പിന്നെ പൂക്കൾ തന്നെ കേട്ടോ കൈസ്, അടിപൊളി ചെണ്ടുമല്ലി പൂക്കൾ നിരനിരയായി വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ അറ്റം വരെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഐ ലവ് കൊല്ലങ്കോട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഫോട്ടോ പോയിൻ്റ് ഉണ്ട് കേട്ടോ ആ ഭാഗത്ത്. പിന്നെ നമുക്ക് ഏർമാടം ഉണ്ട്. അവിടെ 2 ഏർമാടം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ ഉള്ള. അടിപൊളി. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഓണം. നമുക്ക് ഈ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടിനായാലും ഇല്ലെങ്കിലും ഇവിടെ എപ്പോഴും ആളുകളുണ്ട്. ഇന്ന് നല്ല തിരക്കുണ്ട്. ഇവിടെ വന്ന് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ അല്ലേ? നമുക്കിടയിലിടയിൽ വിശ്രമിക്കാനേ നല്ല രീതിയിൽ ഇത് നോക്ക്. പൈപ്പാണ് കേട്ടോ. പൈപ്പ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അല്ലേ, നല്ല അടിപൊളി തണൽ. ചെറിയൊരു മരം ഇവിടെ വരുമ്പോൾ കാറ്റുണ്ട് അല്ലേ? സൂപ്പറായിട്ടുണ്ട്. നല്ലത്. ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ സൂപ്പറായിരിക്കും. ഇങ്ങനെ നമുക്ക് ആ വെള്ളച്ചാട്ടം ദൂരം എന്നുള്ള സീതാർകുണ്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ട് എങ്ങനെ ഇരിക്കാം. ആഹാ, ബ്യൂട്ടിഫുൾ.
വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാടങ്ങളുടെ എന്താ വരമ്പുകളിലൂടെ പൂക്കൾ നല്ല രീതിയിലുള്ള ചെണ്ടുമല്ലി പൂക്കളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ട് ഒരുപാട് നീളത്തിലാണ് കേസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നടന്ന് നമുക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വഴികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഓണം നമ്മൾ ആദ്യമായിട്ട് ഓണത്തിന് മുൻപ് തന്നെ നമ്മുടെ കൊല്ലംകോടിലെ പ്രകൃതിനെ അടിപൊളി സ്ഥലമായിട്ടുള്ള നമ്മുടെ കൊല്ലംകോട് താമരപ്പാടത്ത് വന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളി കാഴ്ചയാണ് കേസ്. ഓണത്തിന് ലീവ് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസാണ്. അതായത് നല്ല രസമാണ് കേസ് ഇവിടെ വന്നിരിക്കാൻ. നല്ല കാറ്റും അതേപോലുള്ള തണുപ്പും ഈ പച്ചപ്പും മലകളും എല്ലാ ഭംഗി, ഈ പ്രകൃതിയുടെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ നമുക്ക് ഈ കൊല്ലംകോട് വന്നു കഴിഞ്ഞാൽ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് കേസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുടിലിടത്തിൻ്റെയും കൊല്ലംകോട് താമരപ്പാടത്തും വന്നിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേസ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ, അഡ്വാൻസ് ഓണം വിഷസ് അറിയിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ കേസ്. നമുക്ക് ഓണത്തിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.